ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിൽ കിരണിൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിയിലെ എല്ലാ ജോലികളും ആത്മാർത്ഥമായിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രയത്നിച്ച് തന്നെയാണ് അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ ഹരിസാറാണെങ്കിൽ അവൾക്ക് ഫുൾ സപ്പോർട്ട് എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അവൾ കമ്പനിയിൽ നല്ല രീതിയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും കിരണുമായിട്ട് പുറത്തേക്ക് പോകാൻ പോകുന്ന ഒരവസരവും അവൾ പാഴാക്കുന്നില്ല. അവനുമായി പുറത്തേക്ക് പോവുകയും കാറിൽ അങ്ങനെ അവനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയും പ്രണയത്തോടു കൂടിയുള്ള ഒരു നോട്ടവും കൈമല പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും അവൻ്റെ ഒപ്പിടക്കിടക്ക് ഷോപ്പിങ്ങിൽ പോകുന്നുണ്ട്. അതുപോലെ ഐസ്ക്രീം കഴിക്കാനും അങ്ങനെ ഭക്ഷണമൊക്കെ ഫുഡൊക്കെ കഴിക്കാനിടയ്ക്കൊക്കെ അങ്ങനെ പോവുകയാണ്. അവനോട് കൂടുതൽ സമയം അവൾ ചെലവഴിക്കാൻ അവൾ തന്നെ ആവശ്യപ്പെട്ടിട്ട് അവനങ്ങനെ പോവുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ സ്റ്റെഫി ഇതുവരെയും അറിയാത്തൊരു രഹസ്യമാണ് ഗംഗയുടെ ഫ്രണ്ട്സിൽ നിന്നും അറിയുന്നത്. അതായത് അമലു എന്ന് പറയുന്ന കാട്ടിലുള്ള ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്നും അത് ഗംഗയുടെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടായിരുന്നു എന്ന കാര്യം അറിയുമ്പോൾ അത്രയും നാളും ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു ഇഷ്ടം അങ്ങോട്ട് ഇത്തിരി അങ്ങ് ഇല്ലാതായി പോകണം. എന്നാലും വേണ്ടില്ല, ആണുങ്ങളായി കഴിഞ്ഞാൽ അവൾ തൊട്ടുരുമി നിന്നിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഗംഗയ്ക്ക് ഒരിക്കലും ഗംഗ എന്നെ ചതിക്കില്ല. എന്തായാലും ഗംഗ എന്താ പറ്റിയതെന്ന് എനിക്കറിയണം. അത് കിരണാണ് അതിന്റെ പിന്നിലെങ്കിൽ അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റെഫി ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ്. അപ്പോൾ CI ആണെങ്കിൽ പുതിയതാണ്. CI ആണെങ്കിൽ കൈക്കൂലിയൊന്നും മേടിക്കാതെ അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കിരണോ അതുപോലെ ചന്ദ്രസേനൊന്നും പൈസ ഒന്നും കൊടുത്തിട്ട് കൈമടക്കി അവർ കൊടുത്തുകൊണ്ട് ഒരു കാര്യവും നേടാൻ പറ്റില്ലെന്ന് സ്റ്റെഫിക്ക് അറിയാം. അങ്ങനെ അവൾ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. തൻ്റെ കാമുകനാണ് ഇത് ഗംഗപ്രസാദ് എന്ന് പറയുന്ന. അപ്പോൾ അവൻ പിടികിട്ടാപ്പുള്ളിയല്ലേ, അവനെ അറിയാത്തതായിട്ട് ആരുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആളെ കാണാനില്ല, ഞാൻ ജയിലിലായിരുന്നു, ഇപ്പോൾ രണ്ടാഴ്ചത്തെ പരോളിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ാണ് ഗംഗപ്രസാദിനെ കാണാനില്ല എന്ന വിവരം അറിയുന്നത്. അവൻ്റെ പെങ്ങളുടെ കല്യാണം ഈയിടയ്ക്ക് കഴിഞ്ഞായിരുന്നല്ലോ അവൻ്റെ. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, അവൻ ആ പെങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ അച്ഛനെയല്ലേ അവൻ കൊന്നത്. അതൊക്കെ ഞങ്ങളല്ലാതെ അറിഞ്ഞതല്ലേ, എന്നിട്ടും ഞങ്ങളുടെ കയ്യിൽ കിട്ടാതെ ഞങ്ങൾക്ക് വരെ നാണക്കേടായിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനാണ് അവൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അന്ന് ആ കല്യാണം മുടക്കിയതിന് ശേഷം പിന്നെ അവർ രഹസ്യമായിട്ടാണ് ആ പെങ്ങളുടെ കല്യാണം നടത്തിയത്. ആ കല്യാണ മണ്ഡപത്തിലേക്ക് അവൻ പോയതായിട്ട് അവൻ്റെ കൂട്ടുകാർ പറയുന്നുണ്ട്. പക്ഷെ പിന്നീടാണ് സാറെ കാണാതായതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും നീ ഒരു പെറ്റീഷൻ എഴുതി തന്നേക്ക്, ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെറ്റീഷൻ എഴുതി കൊടുക്കുക പോകുന്നുണ്ട് അവള്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന CA കല്യാണിയുടെയും കിരണിൻ്റെയും വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വന്ന പാടെ തന്നെ കിരൺ വലിയൊരു പരിഭ്രവും ഒരു വിഷമവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അകത്തേക്ക് കയറ്റി ഇരുത്തിയിട്ട് അവരങ്ങനെ സംസാരിക്കുകയാണ്. പോലീസ് വന്നത് എന്തിനാണെന്നും അതുപോലെ തന്നെ ആരാണ് പരാതി തന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പറയുകയാണ്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഈ കാർത്തികയുടെ വിവാഹത്തിന് ഗംഗ എങ്ങാനും ആ മണ്ഡപത്തിലേക്ക് വന്നിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല എന്ന് എടുത്ത വഴിക്ക് നമ്മുടെ കല്യാണി പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചത് കിരണോടാണ്, കിരൺ പറയട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിരണൊന്ന് ഒരു കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടില്ല സാറേ, ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉള്ളത് തന്നെയാണോടോ, നീ വല്ലതും ചെയ്തോ അയാളെ? അല്ല, അയാളിപ്പോൾ കാണാനില്ല എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടും അവനെന്തേ എനങ്ങാതിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അറിയില്ല സാറേ, ഞങ്ങൾ എന്തായാലും ആ സമയത്ത് ഭയപ്പെട്ടിരുന്നു അവനെ, പക്ഷേ അവൻ ആ വഴിക്ക് വന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ശരി, എന്നാൽ എന്തായാലും ഞാൻ ഇടയ്ക്ക് വരും എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഇതുപോലെ ചോദിക്കാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞിട്ട് പോലീസ് CI അവിടെ നിന്നും പോവുകയാണ്. അപ്പം കല്യാണിക്ക് വലിയ സംശയം, കല്യാണി എന്തുകൊണ്ടാ അപ്പോൾ ഈ പറയുന്ന ഗംഗപ്രസാദിന് എന്തെങ്കിലും സംഭവിച്ചോ, ഇനിയിപ്പോൾ ഗംഗപ്രസാദിന് കിരണേട്ടന് എന്തെങ്കിലും ചെയ്ത് കാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വേലുവും അതുപോലെ
കിരണും രതീഷും കൂടി മാറി നിന്ന് സംസാരിക്കുന്നതും ആ കല്യാണത്തിന്റെ ചടങ്ങുകളുടെ ഇടയിൽ കിരണിനെ കാണാതായതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൾ അങ്ങനെ ഓർത്തെടുക്കുകയാണ്. എന്തായാലും അവൾക്ക് ഇത്തിരി ബുദ്ധി കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവളുടെ മനസ്സിൽ ഓരോ കണക്കുകൂട്ടൽ ഇങ്ങനെ കൂട്ടിയും കുറച്ചും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. ശാന്തേച്ചി പറഞ്ഞതും അതിൻ്റെ ഇടയിൽ ഓർക്കുന്നുണ്ട്. ആ പുതുതായിട്ട് വീടിന്റെ പിന്നിൽ ഒരു തെങ്ങും തൈ വന്ന കാര്യവും അവൾ ഓർക്കുകയാണ്. എന്തായാലും അവൾ അങ്ങോട്ട് പോവുകയാണ്. ആ തെങ്ങും തൈ ഒന്ന് കാണാമെന്നും വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ ചെന്ന് ആ തെങ്ങും തൈക്ക് നോക്കിയിട്ട് ചുറ്റിലിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഇതിൻ്റെ ഇടയിൽ മണ്ണ് കിളച്ച് കിടക്കുന്ന രീതിയിലാണ് അവിടെ കിടക്കുന്നത്. തെങ്ങും തൈക്ക് ചുറ്റും കരിയിലൊക്കെ ശരിക്കും വാരിയിട്ടിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെയോ സംശയങ്ങളുള്ള രീതിയിൽ തിരികെ കിരണിന്റെ അരികിലേക്ക് വരികയാണ്. കിരണിനോട് ചോദിക്കുന്നുണ്ട്, അല്ല കിരണേട്ടാ, ബാക്കിൽ തെങ്ങും തൈ വെച്ചത് ആരാന്നാ പറഞ്ഞത്? അപ്പം അത് വേലു എന്ന് പറയുന്നുണ്ട്. ആ വേലു ആണല്ലേ അത് വെച്ചത്. എന്തായാലും ആ തെങ്ങും തൈയുടെ അടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കിരണൊന്ന് ഞെട്ടുകയാണ്. എന്താ കല്യാണി നീ ചോദിച്ചത്? അല്ല, അതിൻ്റെ ഇടയിൽ ഗംഗപ്രസാദിനെ എങ്ങാനും കുഴിച്ചു മൂടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പം പുതിയതായിട്ടൊരു തെങ്ങും തൈ വന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. കിരണേട്ടൻ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു പിടിക്കുന്നുണ്ടോ? സത്യം പറയും, അന്ന് ആ ഷർട്ടിൽ രക്തക്കറ തന്നെ ല്ലേ കണ്ടത്? അന്ന് കാർത്തികേച്ചിയുടെ കല്യാണത്തിന്റെ അന്നാണ് ആ രക്തക്കറ ഞാൻ കണ്ടത്. സത്യം പറയുകിരണേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം കല്യാണി, നിന്നോട് എനിക്ക് കളവ് പറയാൻ പറ്റില്ല. നീ പറഞ്ഞത് സത്യം തന്നെയാണ്. അന്ന് അവൻ ആ കല്യാണം മണത്തറിഞ്ഞ് ആ മണ്ഡപത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷെ ഞാൻ അവനെ തല്ലിച്ചതച്ച് നെഞ്ച് ഇടിച്ച് വാട്ടി ഒരു പരുവത്തിലാക്കിയതാണ്. പക്ഷെ അവൻ എൻ്റെ കണ്ണിൽ പൂഴിമണ്ണ് വാരിയിട്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഞങ്ങൾ കാണുന്നത് ഒരു ഭാഗത്ത് അവന് തലയിടിച്ച് കിടക്കുന്ന, അവന് രക്തത്തിൽ മരിച്ചു കിടക്കുന്ന ഗംഗയെയാണ് ഞങ്ങൾ കണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവനെങ്ങനെയാ മരിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതറിയില്ല വ്യക്തമായിട്ട്. എന്തായാലും അവിടെ ഒരു പാറക്കല്ലുണ്ട്. ഇനിയിപ്പോൾ അതിലെങ്ങാനും കാല് തെറ്റിയിട്ട് വേറെ കല്ലിലിടിച്ച് തല ഇടിച്ച് മരിച്ചതാണോന്നൊന്നും അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, എന്തായാലും കിരണേട്ടൻ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ സമാധാനത്തോടു കൂടി എനിക്കും നമ്മൾക്കെല്ലാവർക്കും, ഇപ്പോൾ കാർത്തികേച്ചിക്കായാലും എല്ലാവർക്കും സമാധാനത്തോട് കഴിയാലോ കിരണേട്ട. അതിന് ഞാൻ കിരണേട്ടനെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ കാര്യങ്ങൾ ആരോടും ഇപ്പോൾ തൽക്കാലം പറയണ്ട. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, വേലുവിനും അതുപോലെ രതീഷിനും ഈ ഒരു കാര്യം അറിയാം. പിന്നെ അതുപോലെ തന്നെ രതീഷ് ഇടയ്ക്കിടയ്ക്ക് കാദംബരി ചോദിക്കുന്നുണ്ട് രതീഷിനോട് ഓരോ കാര്യങ്ങൾ, ഇങ്ങനെ ഞങ്ങൾ മാറുന്ന സംസാരിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുക. അവൾക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. അതുപോലെ തന്നെ അമലിനോട് പറയണമെന്ന് എന്നോട് ഒരുപാട് പ്രാവശ്യം വേലു പറഞ്ഞതാണ്. പക്ഷെ ഞാനാണ് സമ്മതിക്കാൻ. അവൾക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവും എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും കിരണേട്ട അവന്റെ ജീവിതം അവസാനിപ്പിച്ചില്ല. അതൊരു വലിയ കാര്യം തന്നെ. എന്തായാലും പോലീസിൽ പിടികൊടുക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അത് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന സരയു ഇവനെ കിരണിനെ വീഴ്ത്താൻ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് സ്വന്തം അമ്മ താര അവളിങ്ങനെ നടക്കുകയാണ്. അവൾക്ക് ആരോട് പറയണമെന്നോ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മകളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയത്തിലൊക്കെ ഇങ്ങനെ കൺഫ്യൂഷനിലൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് അവൾ പറയുന്നത്, അവളുടെ ഈ വെപ്രാളവും കാര്യങ്ങളും കാണുമ്പോൾ രൂപ ചോദിക്കുന്നുണ്ട്, എന്താ താരം നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുന്ന ആ സമയത്താണ് കാര്യങ്ങളൊക്കെ രൂപയോട് തുറന്ന് പറയുന്നത്. അതുപോലെ ശാരിയോടും അറിയിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അത് കേൾക്കുന്ന ശാരിക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്തായാലും സത്യങ്ങൾ ഉടനെ തന്നെ രൂപ അറിയും. രൂപ അറിഞ്ഞു കഴിഞ്ഞാൽ സരയുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കും. അതുപോലെ തന്നെ സരയുവിനെ ഇനി തല്ലി ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായാലും സരയു കൂട്ടുപിടിക്കാൻ പോകുന്നത് ഈ പറയുന്ന സ്റ്റെഫി ആയിട്ടായിരിക്കും. കാരണം കല്യാണിയെ ഇല്ലാതാക്കുന്നത് സ്റ്റെഫിയുടെ ഒരു വലിയൊരു ലക്ഷ്യമാണ്. അതിന് കൂട്ടു നിൽക്കുന്നത് സരയു തന്നെയായിരിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.